സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ. ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. ഫ്രം ഗ്രനേഡ അല്ല കേട്ടോ, ഗ്രനേഡ എന്ന് പറഞ്ഞ രാജ്യത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഗ്രനേഡ എന്ന് പറഞ്ഞ ഒരു കരീബിയൻ വെസ്റ്റ് ഇൻഡീസ് രാജ്യത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഗ്രനേഡ, അടിപൊളി പേരല്ലേ ഗ്രനേഡ, മോളെ ഗ്രനേഡ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന പോലെ തന്നെ അങ്ങനത്തെ ഒരു സ്കെട്ടിലും പേര്. സോ ഗ്രനേഡ എന്ന് പറയുന്നത് നമ്മുടെ കരീബിയൻ ആ ഒരു ആർച്ച്പിലാഗം ഉണ്ടല്ലോ, മേളി മുതൽ താഴെ വരെ കുറേ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. ആ ഐലൻഡുകളിൽ ഏറ്റവും താഴെയുള്ള ഐലൻഡ് കൺട്രിയാണ് ഗ്രനേഡ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യം, ട്രോപ്പിക്കൽ വെതറും കുന്നും മലയും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉള്ള പോലെ നമ്മളിതുവരെ കണ്ട പോലെ തന്നെയുള്ള വളരെ മനോഹരമായ രാജ്യം. പക്ഷേ ഈ രാജ്യത്തിന് ഒട്ടേറെ വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളും സംസ്കാരവും ഒക്കെയുണ്ട്. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഇപ്പോഴും ചാൾസ് രാജകുമാരൻ അല്ലെങ്കിൽ അവിടുത്തെ രാജാവ് മൊണാർക്കായിട്ട് തുടരുന്ന ഒരു രാജ്യമാണ് ഇത്. പല രാജ്യങ്ങളും ഇവിടെ അങ്ങനെയാണ്. റിപ്പബ്ലിക് ആയിട്ടുള്ള രാജ്യങ്ങൾ വളരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാലും ഇതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാരുടെ സ്ഥലമായിരുന്നു. അതിന് മുമ്പ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൊളംബസിൻ്റെ 3ാം യാത്രയിൽ, അതായത് 3ാമത്തെ കൊളംബസ് യാത്രയിലാണ് ശരിക്കും കൊളംബസ് ഗ്രനേഡ എന്ന് പറയുന്ന ഈ ഒരു ദ്വീപ് കണ്ടുപിടിക്കുന്നത്. അന്നത്തെ യാത്രകളിലെല്ലാം അദ്ദേഹം കണ്ടുപിടിക്കപ്പെടുന്ന ദ്വീപുകൾക്കെല്ലാം പല വിശുദ്ധന്മാരുടെ പേരുകളായിരുന്നു നൽകിയിരുന്നത്. അപ്പോൾ ഇതിനും അത്തരത്തിലൊരു പേര് കൊടുത്തിരുന്നു. പിന്നീട് ഫ്രഞ്ചുകാരാണ് ഇവിടെ വന്നിട്ട് ഇത് ആദ്യമായിട്ട് കോളനി ആക്കിയത്. അവരാണ് ബേസിക്കലി ഗ്രനേഡ എന്ന് പറഞ്ഞ സിമിലർ ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് വേർഡ് ഇതിന് കൊടുത്തത്. അതിനുശേഷം പിന്നെ ബ്രിട്ടീഷുകാർ കൈയടക്കുകയായിരുന്നു. ബേസിക്കലി ഇവിടെയും ഈ പറഞ്ഞ പോലെ ആഫ്രിക്കയിൽ നിന്നും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ട്രാൻസ് അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം കൊണ്ടുവന്ന സ്ലേവ്സിനെ പാർപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. അവരായിരുന്നു ഇവിടെ കൃഷിയും മറ്റുമൊക്കെ ചെയ്തിരുന്നത്. ഇന്നും അവരുടെ പിൻതലമുറക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ 95% വരുന്ന ആളുകളും മനുഷ്യരും. പിന്നെ ബാക്കി മറ്റ് അനേകം മതക്കാരും ജാതിക്കാരും അങ്ങനെ പല വർണ്ണത്തിലുള്ള ആൾക്കാരും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു മിക്സഡ് പോപ്പുലേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. 95% ബ്ലാക്സ് ആണ്. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ മാത്രമാണ് ബാക്കി ഒരു ഫ്യൂ പെർസെൻറ്റേജ് ഉള്ളത്. എന്തായാലും ഗ്രനേഡയുടെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. ഗ്രനേഡ എന്ന് പറഞ്ഞാൽ ഈ കരീബിയൻ രാജ്യത്ത് വരണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിസയോ കാര്യങ്ങളൊന്നും വേണ്ട. അമേരിക്കൻ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ കരീബിയൻ രാജ്യത്തും പോകാവുന്നതാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ വന്ന് എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സി എടുത്ത് ഈ കാണുന്ന ഹോട്ടലിൽ വന്ന് റൂമൊക്കെ എടുത്ത് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് ഇപ്പോൾ എന്താ പരിപാടി നോക്കട്ടെ. ഒരു റെൻ്റൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. നല്ല ആൾക്കാർ കേട്ടോ. ഞാനിവിടെ റിസപ്ഷനിൽ പോയിട്ട് എനിക്കൊരു വണ്ടി കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ എയർപോർട്ടിൽ നിന്ന് കാർ റെൻ്റലൊന്നും എടുത്തില്ല, കാരണം ഇന്നലെ രാത്രിയിൽ ഞാൻ വന്നത്. അപ്പോൾ ഞാൻ വേറെ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവർ ആരേക്കോ 1-2 പേരെയൊക്കെ വിളിച്ച് അവസാനം ഒരു കാറ് 1 മണിക്കൂറിനുള്ളിൽ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. $55, $55. ഓക്കെ, കുറവാണ്. ഇത്ര നാളും കൊടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല കാറ്റാണ്. ഞാൻ താമസിക്കുന്ന ഹോട്ടലിലെ ഒരു റെസ്റ്റോറൻറ്റാണ്. ഇവിടെ പൂൾ സൈഡിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റ്. കുറച്ചങ്ങോട്ട് മാറി കഴിഞ്ഞാൽ കടലാണ്. ഇവിടെ നിന്നൊരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലേക്ക് എത്തും. വേണമെങ്കിൽ ബീച്ചിൽ പോകണമെങ്കിൽ ഇപ്പോൾ നല്ല കാറ്റുണ്ടെന്ന്. രാവിലെ ദോശ കഴിക്കാൻ വേണ്ടി ഇരുന്ന ഞാനാണ്. അപ്പോൾ നോക്കി ടൂണയാക്കി. കാരണം എൻ്റെ കാറ് വരത്തില്ല, കാറ് വരാൻ ലേറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സോ ഐ എം ഹാവിങ് ടൂണ ഫിഷ്. ഇവിടെ എല്ലാം മെല്ലെപ്പോക്ക് നയങ്ങളായിരിക്കും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് 1 മണിക്കൂറായി. 11 മണിക്ക് വണ്ടിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് 11 മണിക്ക് റിസപ്ഷനിലെത്തി. അവരെത്തിയിട്ടില്ല. ഇവിടെ അങ്ങനെ നമ്മൾ ഇന്ത്യക്കാരെ പോലെയാണ്. ഇതിലൊരു സമയം പറഞ്ഞാൽ ആ സമയത്ത് എത്തില്ല. 11 പറഞ്ഞാൽ 12 മണിയാവും. ഐഡൽ ലൈഫ് അല്ലേ, ലേറ്റ് ബാക്ക് ലൈഫ് അല്ലേ. സോ തിങ്സ് ആർ ലൈക്ക് ദാറ്റ്. 12:15 നോക്ക്, സമയം 12:15. 11 മണി മുതൽ ഞാൻ ഇട്ടിരിക്കുക. അതിലിങ്ങനെ ഒരു തവണ വിളിച്ച് പറഞ്ഞു എന്താ ഇന്ധനമില്ലാന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു ടയർ മാറണമെന്ന്. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഞാനിവിടെ കട്ട പോസ്റ്റ്. വണ്ടി ഇല്ലാതെ ഇവിടെ എവിടെയും പോകാൻ പറ്റത്തില്ല. ഓക്കെ അങ്ങനെ അവരെൻ്റെ വണ്ടി തന്നു, ഫോർമാലിറ്റീസ് തന്നു. സോ ഇറ്റ്സ് 100. If you have change, you can give me, or else you can give me tomorrow. Hold on. These vehicles, but probably you are accustomed with them, the hybrid. When Okay. cut off, they tends to, as if the engine shut down, but the engine is running. Oh. That's why I caused to touch it the last time because I thought it was off. Okay. My hand bounced the gear. Okay. All right. So it sounds like if it's off. Oh, I understand. It's hybrid. Yeah, I understand. If it's on. He's used to it. Eh? I'm sure he's used to it. Yeah, I'm used to it. Yeah. Okay. Yeah, I'm just telling you what to tell you. It's okay, fine. Yeah, so I'll text you and we'll communicate. Okay. Let me tell you that. Yeah. The spare tires in the back. So it's having scratches here, scratches in the front, and tires is okay. That's okay. Yeah. The tire is in the back. I think just now you changed the tire, right? Yeah, no, I changed all the tires already. Okay. I will change back this one. Okay. Look at the jack, Okay. the handle, and if you have a puncture, there is a spray here. You could spray it. I hope nothing will happen like No, that. I just give it this Yeah. is the pump. Okay. You plug it in. Okay. The pump. Yeah. Now this goes back to the hotel if Yeah. you have a puncture. Okay. All the tires are new, so Okay. it shouldn't. Yeah. Thank you. All the best. Sure. Thank you. But just tell them See you. inside. Yeah. Thank you. So you'll call her tomorrow. Yeah. All right. Take care. Yeah. അങ്ങനെ വണ്ടി കിട്ടി.
ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇഗ്നിസ് എന്ന് പറയുന്ന വണ്ടി ഓടിക്കുന്നത്. ഇത് കൊള്ളാം. എന്താ പറയുക, ഇത് എന്താണത്, ഇത് ചെറിയൊരു നല്ല ഹെവി ആയിട്ടുള്ളൊരു വണ്ടി പോലെ ഫീൽ ചെയ്യുന്നത്. എന്താണെന്നറിയില്ല. എന്തായാലും ഒരു ഫാമിലി റൺ ബിസിനസ്സാണ് അവർ അച്ഛനും മോളുമാണ്. അപ്പോൾ അച്ഛനും മോളും കൂടെ വന്നിട്ട് മോളുടെ വാട്സപ്പ് നമ്പറൊക്കെ തന്നിട്ട് എൻ്റെ നെഞ്ചത്തിരിക്കുന്ന ക്യാമറ കണ്ടിട്ട് യൂട്യൂബറാണോ എന്ന് ഞാൻ പറയാം. അതേന്ന് പറഞ്ഞു. അത് ശരി, സോ യു മേക്ക് ലോട്ട് ഓഫ് കണ്ടന്റ്, ഓക്കെ ഫൈൻ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് മിണ്ടി സംസാരിച്ച് മെസ്സേജ് അയക്കാന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കി വെച്ചിട്ടുണ്ട്. അല്ല അങ്ങനല്ല, ഇത് വണ്ടി തിരിച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ട്. സോ നമുക്കപ്പം ഗ്രനേഡയുടെ കാഴ്ചകളിലേക്ക് പോകാം. ഗ്രനേഡ ഈ കാണുന്നതാണ് ഗ്രനേഡ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ക്യാപിറ്റൽ നഗരം, സെയിൻറ്റ് ജോർജ്. യെസ്, സെയിൻറ്റ് ജോർജ്. അതേപോലെ തന്നെ അതുപോലെയുള്ള പല പേരുകളും ഇവിടെ വളരെ കോമൺ ആണ്. ജോർജ് ടൗൺ ഉണ്ട്, കിങ്സ് ടൗൺ ഉണ്ട്, ബ്രിഡ്ജ് ടൗൺ ഉണ്ട്. അങ്ങനെ ഈ കരീബിയൻ രാജ്യങ്ങളിൽ ശരിക്കും പണ്ട് ഈ സ്പാനിഷുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ വന്ന് അവർ മേഞ്ഞ് നടന്ന സ്ഥലങ്ങളാണെന്നുള്ളത് നമ്മൾ ബഹാമസ് മുതലുള്ള ചരിത്രം ഞാൻ പറയുന്നതാണ്. എല്ലാ രാജ്യങ്ങളിലും നമ്മൾ കാണുന്നത് പോലെ തന്നെയുള്ള ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു തലസ്ഥാന നഗരമാണ് സെയിൻറ്റ് ജോർജ് എന്ന് പറയുന്നത്. അതിനോട് ചുറ്റിപ്പറ്റി മറീനയും അതേപോലെ തന്നെ പോർട്ടും പിന്നെ ഫെറീസൊക്കെ വരുന്ന സ്ഥലങ്ങളും അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു മറീന ഏരിയ കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ് ശരിക്കും നമ്മുടെ ആ ഒരു മലനിര. ഇവരെവിടെയൊക്കെ പോയിട്ട് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അന്ന് ചെറുത്തുനിൽപ്പിന് വേണ്ടി, അതേപോലെ തന്നെ കടൽ കൊള്ളക്കാരെയും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും ഇവരുടെ പ്രധാന തുറമുഖ കേന്ദ്രത്തിന് സമീപം അല്ലെങ്കിൽ ഇവരുടെ പ്രധാന നഗരത്തിന് സമീപമായിട്ട് ഏതെങ്കിലുമൊക്കെ മലയുടെ മുകളിൽ ഇവർ കോട്ടകൾ സ്ഥാപിക്കും. അപ്പോൾ അത്തരത്തിൽ സ്ഥാപിച്ച ഒരു കോട്ടയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുന്നത് കുറച്ച് മോശം അവസ്ഥയിൽ കിടക്കുന്ന ഒരു കോട്ടയാണ്. ശരിക്കും കുറച്ച് മലയുടെ മുകൾ ഭാഗത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ ഒരു കോട്ട ഫ്രഞ്ചുകാരാണ് 1700-800 കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചത്. ഫ്രഞ്ചുകാരാണല്ലോ ഇവിടെ ആദ്യം കൈയടക്കിയത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അവർ ഈ കോട്ട പിടിച്ചെടുക്കുകയും പിന്നീട് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കുറേ മോഡിഫിക്കേഷൻസ് ഈ കോട്ടയിൽ ഇവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ മാറ്റങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നീട് ഇതിനൊക്കെ ശേഷം ഇവിടെ അമേരിക്ക ഒരു ചെറിയ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്. അമേരിക്ക ഒരു അധിനിവേശം നടത്താൻ ശ്രമിച്ച സമയത്ത് അവർ നടത്തിയ ഒരു ബോംബാക്രമണത്തിൽ, ഒരു ഷെല്ലാക്രമണത്തിൽ ഇവിടുത്തെ കോട്ട അത്യാവശ്യം നല്ല രീതിയിൽ നശിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കുറേ തുരങ്കങ്ങളും അതേപോലെ തന്നെ കുറേ ഹിഡൻ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫോർട്ടാണ് ഇവിടുത്തെ നിന്നാണ് അറിയാൻ സാധിച്ചത്. അതിനകത്ത് കയറി കാണാൻ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ കയറി കാണാം. ഞാൻ എന്തായാലും ഇപ്പോൾ ഇതിനുള്ളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല, കാരണം എനിക്കിന്ന് വളരെ കുറച്ച് സമയമേ ഇവിടെ ഉള്ളൂ. പുറത്ത് ഭയങ്കര കാറ്റാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഡ്രോൺ പറത്തി അത്രയും വിഷ്വൽസ് എടുത്തത്. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഇന്നെന്താണെന്ന് അറിയില്ല. ഇവിടെ ചില സമയത്ത് അങ്ങനെയാണ്. ചിലപ്പോൾ കാറ്റ്, ചിലപ്പോൾ മഴ, ചിലപ്പോൾ മറ്റേത് കൊടുങ്കാറ്റ്, ടൈഫൂൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ ജീവിതം ആ കാര്യത്തിന് സമ്മതിച്ചാണ്. അതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാം. നല്ല മുട്ടൻ്റെ ഒരു 1.5 പണി കിട്ടിയിട്ടിരിക്കുക ഞാൻ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ദുബായ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും എൻ്റെ ട്രാൻസാക്ഷൻസ് നടത്തുന്നതും എല്ലാ പേയ്മെൻറ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് ബിക്കോസ് ഞാൻ എന്താ പറയുക, എൻ്റെ എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ദുബായിലാണ്. സോ അതുകൊണ്ടാണ് അങ്ങനെ. ഞാനൊരു NRI ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴും യാത്രകളിലാണ്. എനിക്ക് ദുബായിൽ ബിസിനസ് ഉണ്ട്. എൻ്റെ ടെക് ട്രാവലേറ്റ് ദുബായിൽ രജിസ്റ്റേർഡ് ആണ്. സോ എവറിത്തിങ് ഈസ് ഇൻ ദുബായ് നൗ. അപ്പോൾ ദുബായ് ആസ്ഥാനമായിട്ടാണ് ടെക് ട്രാവലേറ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ശരിക്കും അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് എമിറേറ്റ്സ് എൻബിറ്റഡ് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഞാൻ ഈ ക്രെഡിറ്റ് കാർഡാണ് കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. അത് പല ക്രെഡിറ്റ് കാർഡുകൾ ഇങ്ങനെ മാറി വരും. ഇത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പണി കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വെച്ച് ഞാൻ എൻ്റെ ഫോൺ മാറിയ സമയത്ത് എൻ്റെ ദുബായ് സിമ്മ് എനിക്ക് മാറ്റി ആ ഫോണിൽ ഇടാൻ പറ്റിയില്ല. കാരണം നമുക്ക് എന്താ പറയുക, ഈ സിം കാർഡ് പുതിയ വാങ്ങിച്ച ഫോണിന് സിം ഇല്ലായിരുന്നു, ഫിസിക്കൽ സിം ഇല്ലായിരുന്നു, ഈ സിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കത് ഈ സിം ആക്കാനായിട്ട് കുറച്ച് ടെക്നിക്കൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാരണം എനിക്കത് പറ്റിയില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ട്രാൻസാക്ഷൻസും മറ്റുമൊക്കെ വരുമ്പോഴത്തേക്കിനും നമ്മൾ ആപ്പിൽ കയറിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഡെയിലി ചെക്ക് ചെയ്യും, അങ്ങനെ നോക്കുകയാണ് പതിവ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഞാൻ വെറുതെ ആപ്പ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ വരുന്ന, അക്കൗണ്ടല്ല എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഏകദേശം 1.5 ലക്ഷം രൂപ വരുന്ന ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നു. അപ്പം ഞാൻ നോക്കിയിട്ട് എന്താണ് 1.5 ലക്ഷം രൂപ? ഞാൻ വിചാരിച്ചു ഏതെങ്കിലും രാജ്യത്ത് കാർ റെന്റിനെടുത്തപ്പോൾ എന്തെങ്കിലും അവന്മാർ എന്തെങ്കിലും ചാമ്പിയതാണോ എന്നൊക്കെ കരുതി ഞാൻ നോക്കിയപ്പോൾ അല്ല, അതൊരു ഫ്രോഡുലന്റ് ട്രാൻസാക്ഷനാണ്.
അപ്പോൾ ഞാനത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കാർഡ് ബ്ലോക്ക് ആവും. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ബ്ലോക്ക് ആകുക എന്നുള്ളതേ ഉള്ളൂ, വേറെ വഴിയില്ല. അപ്പോൾ അങ്ങനെ കാർഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് കാർഡ് വേണ്ടേ? എൻ്റെ പേയ്മെൻ്റ് എല്ലാം ഞാൻ ചെയ്യുന്ന കാർഡ് വഴിയാണ്. കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ബെനിഫിറ്റ്സും ഇതുപോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ട്. ഞാൻ അങ്ങനെ അപ്പം കാർഡ് ബ്ലോക്ക് ചെയ്യാതെ ജസ്റ്റ് ഞാൻ വെറുതെ നോക്കിയപ്പോഴത്തേക്കിനും ഇന്നലെ രാവിലെ ഒരു 5 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നു. അത് ബാങ്ക് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അത് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇത്രയ്ക്ക് ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റിന് മുകളിലൊരു എമൗണ്ട് ആണ് അവർ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പം അതിനകത്ത് ബാലൻസ് നമുക്ക് ഇതുണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് കാർഡിലാണ് അത്യാവശ്യം ലിമിറ്റുള്ള ക്രെഡിറ്റ് കാർഡുമാണ്. കാരണം എനിക്ക് സ്ഥിരം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആവശ്യം വരും. ചില സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ കാർഡ് അവർ ഓതറൈസ് ചെയ്ത് ഇത്ര രൂപ ബ്ലോക്ക് ചെയ്ത് വെക്കും. ക്രെഡിറ്റ് കാർഡ് ഇല്ലാണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് വിത്തൗട്ട് ക്രെഡിറ്റ് കാർഡ്. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡ് മസ്റ്റാണ്. കാരണം ഇപ്പോൾ ഒരു കാർ റെന്റിന് എടുക്കണമെങ്കിൽ പോലും നമുക്ക് ക്രെഡിറ്റ് കാർഡ് വേണം. ഹോട്ടലിൽ പോകുമ്പോൾ ക്രെഡിറ്റ് കാർഡ് വേണം. കാരണം പല രാജ്യത്തും ഹോട്ടൽസിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവർ ക്രെഡിറ്റ് കാർഡ് ഓതറൈസ് ചെയ്യും. ഡെബിറ്റ് കാർഡ് എടുത്ത് അക്സെപ്റ്റ് ചെയ്യില്ല. കാർ റെന്റിനൊക്കെ എടുക്കുമ്പോൾ പറ്റത്തേ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ ഞാൻ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അപ്പോൾ അത് എനിക്ക് എന്ത് ചെയ്യും? എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ആകെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 1.5 ലക്ഷം രൂപ പോയി. എന്നിട്ട് ഞാനത് ഡിസ്പ്യൂട്ട് ചെയ്യണോ, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ കസ്റ്റമർ കെയർ ആയിട്ട് ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ മൊമെൻറ്റിൽ വീണ്ടും മെസ്സേജ് വന്നു 1 ലക്ഷം രൂപ കൂടെ പോയെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ്ലി ഞാനത് ഡിസ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കാർഡ് ബ്ലോക്ക് ആവും. നമുക്ക് പിന്നെ കാർഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ 100% നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടും. അതിന് ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ ഒക്കെ എടുക്കാം. ഇന്ത്യൻ ബാങ്കുകളാണെങ്കിൽ 1 മാസം 2 മാസം 3 മാസം വരെയൊക്കെ ടൈം എടുത്തിട്ടുണ്ട് എനിക്ക് ഇതിനു മുമ്പ്. എനിക്ക് ഇന്ത്യൻ ബാങ്കിങ്ങിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് വളരെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ UAE ഒക്കെ ആകുമ്പോഴത്തേക്കും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും, വെരി ഈസിയാണ്. അപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് ഈ 2 ട്രാൻസാക്ഷൻസ് ഞാൻ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ എനിക്കിത് പറ്റണില്ല, എന്ത് ചെയ്യാനായത്? വേറെ വഴിയില്ല. എന്നിട്ട് വേറെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിനി ആ ക്രെഡിറ്റ് കാർഡ് ഇനി വന്നിട്ട് വേണം എനിക്കത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് വേറെ ക്രെഡിറ്റ് കാർഡിലാണ് ഞാൻ എന്ത് ചെയ്യും? ആകെ പെട്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ പെടാണ്ടിരിക്കാൻ വേണ്ടിയാണ് ശരിക്കും നമുക്ക് 2 ക്രെഡിറ്റ് കാർഡ് എപ്പോഴും കൈ കൊണ്ട് നടക്കണം എന്നുള്ളൊരു പാഠം ഇതിനു മുമ്പ് എനിക്ക് ലഭിച്ചതുകൊണ്ട്, എൻ്റെ 2ാമത്തെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം എസ്കേപ്പ് ആയി. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പണി പാളിയാനെ. കാരണം എനിക്ക് പറഞ്ഞ പോലെ വണ്ടി റെന്റിന് എടുക്കാനോ എൻ്റെ യാത്രകൾക്ക് ഒത്തിരി അധികം ഉപകാരപ്രദമാവുന്ന കാര്യമാണ് ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് നമ്മളെ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്യുന്നത് അതേ ക്രെഡിറ്റ് കാർഡ് വെച്ച് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫ്ലൈറ്റ്സ് ഒക്കെ ഡിലേ ആയാലോ, ബാഗ് മിസ്സായാലോ, ഫ്ലൈറ്റ് മിസ്സായാലോ, ഫ്ലൈറ്റ് ക്യാൻസൽ ആയാലോ ഒക്കെ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടും, ട്രാവൽ ഇൻഷുറൻസ് കിട്ടും ആ ക്രെഡിറ്റ് കാർഡ് വെച്ച് ബുക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം. അപ്പോൾ എനിക്ക് $500 3 തവണ ഫ്ലൈറ്റ് മിസ്സായി. അതിൽ ആദ്യത്തെ 2 തവണത്തെ $500 വെച്ച് $1,000 എനിക്ക് കോമ്പൻസേഷൻ കിട്ടി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് അവർ തന്നേ പറ്റുള്ളൂ. കാരണം അവർ ക്രെഡിറ്റ് കാർഡ് വെച്ച് ബുക്ക് ചെയ്താണ്, അവർ തരുന്ന ട്രാവൽ ഇൻഷുറൻസ് ഓഫറാണത്. സോ അത് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ, നമുക്ക് തരും. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ബെനിഫിറ്റുകൾ നമുക്കുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതേപോലെയുള്ള പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പഠിച്ചത്, SMS വന്നിരുന്നെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പെട്ടെന്ന് അത് നോട്ടീസ് ചെയ്തേനെ എന്നുള്ള മനസ്സിലായി. ഇമ്മീഡിയറ്റ്ലി ഞാനത് എനിക്ക് ഡൂവിൻ്റെ സിമ്മാണ്. ഡൂവിൻ്റെ ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ 1-2 ഫ്രണ്ട്സിനെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ടെക്നിക്കൽ പ്രോബ്ലംസ് മാറ്റി ഞാനത് ക്ലിയർ ചെയ്ത് സിമ്മും ആക്റ്റീവ് ആക്കി. ഇപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയി. എന്നിട്ട് പുതിയ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഓൾറെഡി അവർ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് പുതിയ ക്രെഡിറ്റ് കാർഡ് കിട്ടും. അപ്പോൾ ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ്. നമ്മളെപ്പോഴും ബാങ്കിൽ നിന്ന് വരുന്ന SMS-കൾ, പലരും SMS-കൾ റിജക്റ്റ് ചെയ്യുന്ന കാണാം. എപ്പോഴും ഡെയിലി ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ബാങ്കിലെ SMS വരുന്നത് മിസ് ചെയ്യാണ്ട് ചെക്ക് ചെയ്യുക. ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് വരുന്നത് മിസ് ചെയ്യാണ്ട് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് ഡിസ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നേരെ മറിച്ച് ഡെബിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് യു വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക്. പോയ പൈസ പോയി. ക്രെഡിറ്റ് കാർഡിന് ഒത്തിരി ഗുണങ്ങളുണ്ട്, ക്രെഡിറ്റ് കാർഡിന് അതേപോലെ ബാഡ് വശങ്ങളും ഉണ്ട്. ഞാൻ എന്തായാലും ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ വിശദമായിട്ട് നമ്മുടെ മറ്റേ ചാനലിൽ, സുജിത് ഭക്തൻ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്യാം. എന്നാലും എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയ കേസ്. അങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഹാക്ക് ചെയ്തു. ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ട്. അതിപ്പോൾ അത് തിരിച്ച് കിട്ടും. ഒരു ടെമ്പററി ഡിസ്പ്യൂട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഡിസ്പ്യൂട്ട് റൈസ് ചെയ്തപ്പോൾ ടെമ്പററി ഹോൾഡ് എന്നും പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. തിരിച്ച് കിട്ടും. അത് നമ്മൾ സെയിൻറ്റ് വിൻസെന്റ് കണ്ടതുപോലെ അല്ല ഗ്രനേഡയിൽ. സെയിൻറ്റ് വിൻസെന്റിന്റെ പേരും സെയിൻറ്റ് വിൻസെന്റ് ആൻഡ് ദ ഗ്രനഡൈൻസ് എന്നായിരുന്നു. ഓർമ്മയുണ്ടോ? ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 100-150 കിലോമീറ്റർ മാത്രം ദൂരം മാറിയുള്ള മറ്റൊരു രാജ്യമായിരുന്നു സെയിൻറ്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡൈൻസ് എന്ന് പറയുന്നത്. അവർക്ക് സെയിൻറ്റ് വിൻസെന്റ് എന്ന് പറഞ്ഞ ഐലൻഡും ഗ്രനഡൈൻസ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഗ്രനേഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടൂറിസം ഉണ്ട്. ഇവർക്ക് ധാരാളം റിസോർട്ടുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, റിസോർട്ടുകൾ കൂടുതലായിട്ട് വന്നാൽ മാത്രമേ ഈ പറഞ്ഞ രാജ്യങ്ങളിലെ ടൂറിസം ഇമ്പ്രൂവ് ആവുള്ളൂ, ഡെവലപ്പ് ആവുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർക്ക് ഇവിടെ ധാരാളം റിസോർട്ടുകളൊക്കെ ഉണ്ട്.
ടൂറിസം അത്യാവശ്യം ഇവരുടെ ഒരു ഫോറിൻ മണി കൊണ്ടുവരുന്ന ഇവരുടെ വലിയൊരു ബിസിനസ്സാണ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ റോഡുകളൊക്കെ കുറച്ച് കച്ചറിയാണ്, പൊട്ടിപ്പൊളഞ്ഞ റോഡുകളാണ്. ദ്വീപുകളിലെ പല സ്ഥലങ്ങളിലെ റോഡുകളും അത്തരത്തിലുള്ളതായിരുന്നു. ഭൂപ്രകൃതി ചില രാജ്യങ്ങളൊക്കെ വളരെ സിമിലാരിറ്റി ഉണ്ട്, ചില രാജ്യങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഗ്രനേഡയും അതേപോലെ തന്നെ സെയിൻറ്റ് വിൻസെൻറ്റും ഒക്കെ ഓൾമോസ്റ്റ് ഒരു സിമിലർ ഭൂപ്രകൃതിയിലുള്ള സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ വണ്ടിയാണ് മൊത്തം ടിൻ്റാണ്. ഇവിടെ കട്ട ടിൻ്റ്, ഇപ്പുറത്ത് കട്ട ടിൻ്റ്, ഈവൻ റിയർ വ്യൂ മിറർ പോലും നല്ല കട്ട ടിൻ്റിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നോക്കി എന്തോന്നടേ ഇത്, എനിക്കൊന്നും കാണുന്നില്ല പുറത്ത്. രാത്രി ആകുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. നല്ലൊരു കിഡിലൻ ഒരു മറീന ഏരിയ നമുക്കിവിടെ കാണാം. ഇവിടെ ഈ കാണുന്നതൊക്കെ കുറെ പായ്ക്കപ്പലുകളാണ്. ഇവിടെ പല രാജ്യങ്ങളിൽ നിന്ന് പായ്ക്കപ്പലുകളിൽ വന്ന് ഇവിടെ ഇങ്ങനെ ഇതുപോലെയുള്ള മറീനകളിലും അതേപോലെ തന്നെ കടലിൻ്റെ പല സ്ഥലത്തായിട്ട് പായ്ക്കപ്പലുകൾ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, സെയിലേഴ്സ്. ശരിക്കും അവർ ലിറ്ററലി ജീവിക്കുന്നത്, നമ്മൾ ഈ ക്യാമ്പിങ് ചെയ്യത്തില്ലേ, അതായത് വാൻ ലൈഫ് ചെയ്യില്ലേ, അതുപോലെ തന്നെ അവർ മറ്റേ പായ്ക്കപ്പൽ ലൈഫാണേ. അതായത് അവർ പായ്ക്കപ്പലുകളിൽ കിടക്കും, അവർ പകൽ ചിലപ്പോൾ ഇവിടെ ഇറങ്ങും, ഇവിടെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ല അവർ വർക്ക് ഫ്രം ഹോം ആയിരിക്കും, പക്ഷേ വർക്ക് ഫ്രം പായ്ക്കപ്പലായിരിക്കും, അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. അങ്ങനത്തെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സീസൺ ആകുമ്പോഴത്തേക്കിനും യൂറോപ്പിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആളുകൾ ഈ സെയിൽ ബോട്ടുകളിൽ ഈ പറഞ്ഞ കരീബിയൻ രാജ്യങ്ങളിലേക്ക് വരും, അമേരിക്കയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ. അത് വേറൊരു വലിയൊരു വരുമാനമാണ് ഈ ഭാഗത്തെ രാജ്യങ്ങളുടെ പ്രധാന വരുമാനം അതൊക്കെ. ഞാനിപ്പോൾ റിച്ച്മണ്ട് ഹിൽ എന്ന് പറഞ്ഞൊരു മലയുടെ മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കാം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ മലയല്ല, ഇവിടുത്തെ നല്ല അടിപൊളി ഒരു കിഡിലൻ ഫോർട്ടും പിന്നെ ഒരു കിഡിലൻ ലൊക്കേഷൻ ആയിട്ടുള്ള നല്ല ഒരു കിഡിലൻ സ്ഥലമാണെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് ഫോർട്ട്. ഇത് കണ്ടോ, ഇവിടെയുണ്ട് ഗ്രനേഡ സിറ്റിസൺഷിപ്പ് ബൈ ഇൻവെസ്റ്റ്മെന്റ് എന്നും പറഞ്ഞുകൊണ്ട്. മൗണ്ട് കുമാർ, MT കുമാർ റോഡ് പ്രൊജക്ട്. അതെന്നാടാ MT കുമാർ ആരാടാ, അതെന്താ സംബന്ധം എനിക്കറിയത്തില്ല, വേറെ എന്തെങ്കിലും ആണോ എന്താ പരിപാടി എനിക്കറിയത്തില്ല. അപ്പോൾ ഇവർക്കും ഇവിടെ ഗ്രനേഡ സിറ്റിസൺഷിപ്പ് ബൈ ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. ഞാനിപ്പോൾ പോകുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ്. ഇതാണ് അനൻഡെയിൽ വാട്ടർഫോൾ ആൻഡ് ഫോറസ്റ്റ് പാർക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു സ്ഥലം. ഞാനിവിടെ വണ്ടി കൊണ്ടിട്ടു. ഇവിടെ ഒരു എന്താ സംഭവം, ഒരു റെസ്റ്റോറൻറ്റ് ബാറുണ്ട്. നല്ലൊരു വീടല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു തനി ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു വീട്. Do you have a ticket for this? Okay. Hi. What do you have? What are you doing? Spices? Okay. You're packing it. Okay. Oh, you have a lot of spices in this country, right? This is Spice Island. Okay. Yeah. I'm doing it for someone. That's an order. Oh, that's nice. You have, okay. Even I'm from India. We also do have a lot of spices. Okay. Yeah, we use this also. We put it in the biryani and all those things. Yeah, even that leaf. Yes, the bay leaves. Yeah. Okay. Spice Island. So we have everything grown here. Oh, that's nice. Okay. Okay. See you. Okay. ഈ ഒരു രാജ്യം ഈസ് ഓൾസോ നോൺ ആസ് സ്പൈസ് ഐലൻഡ്. അതായത് ഇവിടെ ധാരാളം സ്പൈസസ് ഉണ്ടാക്കുന്നുണ്ട് ഇവർ. നാരങ്ങയൊക്കെ കണ്ടോ, നാരങ്ങയാണോ ഓറഞ്ചാണോ, നാരങ്ങയാണ് കണ്ടില്ലേ, എന്നോ അടിപൊളി നാരങ്ങയാന്ന് പറയും. ഇവിടുത്തെ നാരങ്ങയ്ക്ക് ഭയങ്കര പുളിയാണ്. അപ്പോൾ താഴെ ഇങ്ങനെ വെള്ളം വീഴുന്ന അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം എന്തായാലും. ഞാൻ എന്തായാലും കുളിക്കാനുള്ള മൂടൊന്നും എനിക്കില്ല. സോ ഇവിടെ നമുക്ക് കുറേ ട്രക്കിംഗ് ട്രെയിലുകളും വാക്കിംഗ് ട്രെയിലുകളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. $5 വാങ്ങിച്ചിട്ട് വേറെ ടിക്കറ്റോ പരിപാടികളോ അങ്ങനെ സംഭവമൊന്നും തന്നില്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മുടെ നാട് പോലെയാണ്. കാരണം ഇവരിവിടെ ധാരാളം സ്പൈസസ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ധാരാളം സ്പൈസസ് ഫാമുണ്ട്. അവിടെ കണ്ടില്ലേ, ജാതിപത്രി, പിന്നെ ബേ ലീഫ്, പിന്നെ സിനമൺ, കുറേ പൊടികൾ, മഞ്ഞൾ പൊടി, മുളക് പൊടി, അങ്ങനെ സാധനങ്ങൾ. പിന്നെ ഇവർ ഒരു ടൈപ്പ് കരീബിയൻ പെപ്പർ ഒരു സാധനമുണ്ട്. നമ്മുടെ മുളക് ഒരു ടൈപ്പ് മുളകാണ്, അതായത് കരീബിയൻ പെപ്പർ എന്നാണ് അതിനെ പറയുന്നത്. അങ്ങനത്തെ ഒരു ഉണ്ടമുളകില്ലേ, ഉണ്ടമുളക്, അങ്ങനത്തെ സാധനം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ കരീബിയൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്പൈസസ് ഉണ്ടാക്കുന്ന ഒരു ഐലൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉള്ള ഗ്രനാഡയാണ്. സോ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് സ്പൈസി ഐലൻഡ്. നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ എല്ലായിടത്തും ബാറാണല്ലോ ദൈവമേ. റം പഞ്ച്. All good. How are you? Welcome. Come back to Winston and take a look. Oh yeah, sure. Is that your shop? Yeah, my shop. Okay. Yep. ഇതാണ് വെള്ളച്ചാട്ടം. ഇതാണോ വെള്ളച്ചാട്ടം? ദൈവമേ, അപ്പോൾ ഇവർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നാ പറയുക. ഈ രാജ്യത്തെ ഏറ്റവും ഭയങ്കര സംഭവം, അതായത് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ആൾക്കാരെല്ലാവരും പോകണമെന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു മലയുടെ മുകളിൽ നിന്നും വെള്ളം ഇറങ്ങി വരുന്നു, ഇവിടെ വീഴുന്നു, അവിടെ താഴെ ആൾക്കാർ നീന്തി കുളിക്കുന്നു. അതൊക്കെ നമുക്കിവിടെ കാണാം. അവരിവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് മൂന്ന് ഫാമിലി ഉണ്ട്. പിന്നെ ഈ പാറക്കഷ്ണം കണ്ടോ, അതൊരു പ്രത്യേക ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയില്ലേ.
പിന്നെ ചേമ്പല പോലത്തെ ഒരു സംഭവം. ശരിക്കും ഒരു ഇൻറ്റീരിയർ ഡിസൈനർ വന്നിട്ട് ഒരു ഡിസൈൻ ചെയ്ത് ഗാർഡൻ ചെയ്ത് നല്ല ഭംഗിക്ക് വെച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു ആ ഒരു ഭിത്തി കാണുമ്പോൾ. ഇനി നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ഒരു സാധനമാണ് ഈ കാണുന്നത്. വെള്ളച്ചാട്ടത്തിനോടനുബന്ധിച്ച് വെള്ളച്ചാട്ടം കണ്ടുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കാനും അതേപോലെ തന്നെ ഒരു ചെറുത് കഴിക്കാനും ഒരു ബിയർ കഴിക്കാനും എന്തെങ്കിലും ഒരു മദ്യം കഴിക്കുന്നവർക്ക് മദ്യം കുടിക്കാനും നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് കഴിക്കുന്നവർക്ക് അത് കുടിക്കാനും ഉള്ള ഒരു സൗകര്യമാണ് ഇത് കാണുന്നത്. കണ്ടോ, ഇതാണ് വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിനകത്തൊക്കെ ആൾക്കാരും ഉണ്ട്. $5 കൊടുത്തിട്ട് ഞാൻ കാണാൻ വന്ന വെള്ളച്ചാട്ടമാണ്. ഇവിടെയൊക്കെ കഞ്ചാവ് ലീഗലാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലായിടത്തും നിന്ന് കഞ്ചാവ് വലിക്കുന്ന കാണാം. ഇനി ഇവിടെ അടുത്തൊരു ലേക്ക് ഉണ്ട്, കാണാൻ പോകാം. ഇന്നലെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ആ ടാക്സിക്കാരനോട് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചായിരുന്നു, നാളെ ഒരു പകല് മുഴുവൻ എന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുപോകാമോ, എത്ര രൂപ ആകുമെന്ന് ചോദിച്ചു. അന്നേരം പുള്ളി എന്നോട് പറഞ്ഞത് 250 അല്ലെങ്കിൽ $300 എന്നാണ് പറഞ്ഞത്. ഒന്ന് അയച്ച് കെട്ടുന്നു. അപ്പോൾ 8 × 16 26 27,000 രൂപ. എത്ര? 250 അല്ലെങ്കിൽ $300 ആകുമെന്ന്. ഞാൻ ഈ വണ്ടി എടുത്ത് $55, കൂടിപ്പോയി ഒരു $10-15 പെട്രോൾ അടിക്കണം. അതല്ലേ ലാഭം, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാ? ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ടാക്സി എടുത്ത് പോകുന്നത് പോലെ എക്സ്പെൻസീവാണ്. പക്ഷേ സെൽഫ് ഡ്രൈവിംഗ് അതും എക്സ്പെൻസീവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ $55 വണ്ടി കിട്ടിയത് തന്നെ വലിയ ലാഭം. ഈ ഐലൻഡിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതായത് നമ്മുടെ കോഴിക്കോടും ആലപ്പുഴയും ഒക്കെ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ബീച്ചുകൾ, പിന്നെ നമ്മുടെ വയനാടും മൂന്നാറും പോലെ നല്ല അടിപൊളി ഹിൽ സ്റ്റേഷൻ, അങ്ങനെ ഹിൽ സ്റ്റേഷനും ബീച്ചുകളും എല്ലാമുള്ള ഒരു ഐലൻഡാണ് നമ്മളിപ്പോൾ ഉള്ള ഈ ഗ്രനേഡ എന്ന് പറയുന്ന ഐലൻഡ്. നമ്മളിപ്പോൾ കുറേ നേരമായിട്ട് മല കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വണ്ടി വലിക്കുന്നില്ല. നമ്മളിപ്പോൾ 2000 അടി ഉയരത്തിലെത്തിയിരിക്കുകയാണ്. 1910. എന്താ അല്ലേ, ഞാനങ്ങനെ വലിഞ്ഞു കയറി അതിൻ്റെ മേളിലെത്തിയപ്പോഴത്തേക്കിനും കണ്ടോ മഴയും പെയ്തു. ആ ലേക്കിൻ്റെ അടുത്ത് കൊണ്ട് ബാറ് കണ്ടില്ലേ, ഇത് ഇവിടുത്തെ ബാറാണ്. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്, ഇവരുടെ ഫോറസ്റ്റ് ഏരിയ ആണ്. ഇതിനകത്ത് ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് ട്രക്കിങ്ങിനൊക്കെ പോകണം, അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. നോക്കൂ മക്കളെ, നോക്കൂ, നിമിഷ നേരങ്ങൾ കൊണ്ട് മഴ മാറി വെയിൽ വന്നു. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഗ്രാൻഡ് എത്താങ് ലേക്ക് എന്ന് പറയുന്ന ഈ മനോഹരമായിട്ടുള്ളൊരു ലേക്ക് ഉണ്ടല്ലോ, നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതെങ്ങനെയാണ് ഇത്രയും ഉയരത്തിൽ ഈ മലയുടെ മുകളിൽ ഇതുപോലൊരു ലേക്ക് വന്നതെന്നുള്ളത്. ഞാനും അത് തന്നെയാണ് ആലോചിച്ചത്. പക്ഷേ അതിൻ്റെ ഉത്തരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗ്രനേഡ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം ഉണ്ടാവാൻ കാരണമായ ഒരു ലേക്കാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിന് വിശ്വസിച്ചേ പറ്റുള്ളൂ. അതിൻ്റെ റീസൺ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സെയിൻറ്റ് വിൻസെൻ്റ് ആൻഡ് ഗ്രനഡൈൻസ് പോയ സമയത്ത് നമ്മളൊരു വോൾക്കാനോ ക്രേറ്റർ കാണാൻ പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് പോകാൻ പറ്റിയില്ല. അത് ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അവിടെ ഒരു വോൾക്കാനോ ക്രേറ്റർ ഉണ്ട്, ഇതുപോലത്തെ ഒരു സ്ഥലമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വോൾക്കാനിക് ക്രേറ്ററാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ലേക്ക് എന്ന് പറയുന്നത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ ഇവിടെ ഉണ്ടായിരുന്ന ഈ വോൾക്കാനോ പൊട്ടിത്തെറിച്ച് ആണ് ഈ ഒരു ദ്വീപ് ഉണ്ടായത്. ശരിക്കും ഈ ഒരു ഗ്രാൻഡ് എത്താങ് ലേക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ രാജ്യത്തിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ടാണ് ഈ ഐലൻഡിൻ്റെ. അപ്പോൾ ഈ ഒരു വോൾക്കാനോ പൊട്ടിത്തെറിച്ചുണ്ടായ അതിൻ്റെ ആ ഒരു ക്രേറ്ററാണ്, അതായത് വോൾക്കാനിക് ക്രേറ്ററാണ് ഇപ്പോൾ ലേക്കായി മാറിയിരിക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇറങ്ങാനോ പറ്റുമെന്നില്ല. അത്യാവശ്യം ആഴമുള്ള ഒരു പ്രദേശമാണ്, ചുറ്റിനും അതിനിബിഡമായിട്ടുള്ള ഒരു റെയിൻ ഫോറസ്റ്റ് ആണ്. അപ്പോൾ 12,000 വർഷങ്ങളായിട്ട് ഇവിടെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും നടക്കാതെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു വോൾക്കാനിക് എറപ്ഷൻ വരുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം 12,000 വർഷങ്ങളായിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. സോ അങ്ങനെ ഉണ്ടായ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ലേക്ക്. ബ്യൂട്ടിഫുൾ അല്ലേ? ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ വന്നാണ് രൂപി വെള്ളം വാങ്ങാനായിട്ട്. അന്നേരമാണ് നമ്മുടെ ഇത് കണ്ടില്ലേ, മധുരിത്തോസ് എന്ന് പറഞ്ഞിട്ട് ഉപ്പേരിയാണ്, നമ്മുടെ ഉപ്പേരി. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഗ്രാൻഡ് ആൻഡ്സ് ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ചിലേക്കാണ്. അടിപൊളി ഒരു ബീച്ചല്ലേ. ഇവിടെയൊക്കെ ബീച്ചിന് അടുത്തൊക്കെ വരുമ്പോഴത്തേക്കിനും നല്ല വൃത്തിയുള്ള പാർക്കിംഗ് ഏരിയകൾ. ഒരിടത്തും അങ്ങനെ പാർക്കിംഗ് ഫീസും പരിപാടികളൊന്നും ബീച്ചിൻ്റെ അടുത്തും ഈ കരീബിയൻ രാജ്യങ്ങളിൽ എവിടെ അങ്ങനെ പാർക്കിംഗ് ഫീസിൻ്റെ പരിപാടിയൊന്നും ഞാൻ കണ്ടതുമില്ല. അവിടെ നല്ല ഷാലോ ബീച്ചാണ്, ഇങ്ങനെ നീണ്ട് കിടക്കുന്ന ഒരു കിഡിലൻ വൈറ്റ് സാൻഡ് ബീച്ചാണ്. ഇവിടെ സമീപത്ത് കുറേ ബീച്ച് റിസോർട്ടുകളും മറ്റുമൊക്കെ ഉണ്ട്. പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ എന്താ പറയുക ചില്ലായിട്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ. കണ്ടില്ലേ, ഇതെനിക്കൊന്ന് സൺസെറ്റ് കാണാൻ പറ്റുന്നൊരു ബീച്ചാണ്. ഉള്ളതല്ലേ? അത് ദൂരെ ഒരു റിസോർട്ടൊക്കെ പണിയുന്നുണ്ടോ? ഓൾറെഡി ഒരു റിസോർട്ട് ഉണ്ട്, അതിനപ്പുറത്ത് വീണ്ടും ഒരു ബീച്ച് റിസോർട്ട് പണിയുന്നു. നല്ലൊരു കിടിലൻ നീറ്റ് ബീച്ച്, അടിപൊളിയാണ്. ബീച്ചിൽ ഇറങ്ങാനുള്ള മൂടൊന്നുമില്ല. ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടല്ലേ, അവിടെയൊക്കെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. എനിക്ക് റൂമിൽ തിരിച്ചു പോകണം, എനിക്ക് പോയിട്ട് കുറച്ച് പണി ചെയ്ത് തീർക്കാനുണ്ട്. അത് മാത്രമല്ല എൻ്റെ വയറൊക്കെ ഇച്ചിരി അപ്സെറ്റാണ്. അപ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വൈകിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചായിരുന്നു. ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിച്ചാണ്. ഇന്ന് രാത്രി പുറത്ത് പോകാൻ വയ്യ, വണ്ടി ഇല്ലായിരുന്നല്ലോ. ഞാൻ ടാക്സി എടുത്ത് പുറത്ത് പോകുന്ന പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിക്കും. അപ്പം ഞാൻ ഇന്നലെ ബിരിയാണി കഴിച്ചത് കൊണ്ട് എനിക്ക് വയറിന് നല്ല സുഖമില്ല. അങ്ങനല്ല, എന്തോ ഒരു ചെറിയ പ്രശ്നം. സമയം രാത്രി 8 മണിയായി.
ഞാൻ ഇവിടെ അടുത്തൊരു ദോശ ഹട്ടെന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അവിടെ പോയിട്ട് ദോശ കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് പോയി നോക്കാം അവിടെ ദോശ കിട്ടുമോ, എന്തായാലും വേറെ എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും കിട്ടും. സോ എനിക്ക് ഐ നീഡ് ടു ഹാവ് സം ഇന്ത്യൻ ഫുഡ്. അത് മാത്രമല്ല എനിക്ക് ഇവിടെ ഇരുന്നിട്ട് പ്രാന്ത് പിടിച്ച ഐ ഫീൽ സോ ലോൺലി. സോ എന്തായാലും നമുക്ക് പുറത്തേക്ക് പോവാം. മദ്രാസ് ദോശ കോർണർ. മദ്രാസ് ദോശ കോർണറോ? Hi. Hi, how are you? Fine, thank you. How is it? Yeah, that's great. Madras Dosha Corner. So, நீங்க தமிழா? ஆமாங்க, நீங்க? நான் கேரளா. Oh, கேரளா எந்த ஊருங்க? கொச்சி. கொச்சின். Yes. I'm Kumar. Nice to meet you. We are from பாண்டிச்சேரிங்க. பாண்டிச்சேரியா? கொச்சின். நான் விசிட் பண்ணிருக்கேங்க. Okay. சபரிமலை போகும்போது. Okay. எத்தனை நாள் ஆச்சுங்க? நான் இங்க வந்து ஒரு 19 years ஆகும். 19 years. That's a long time. Yeah. நீங்க? I'm just visiting, traveling. Oh, okay, okay. எங்க இருக்கீங்க? I'm staying near to Grand Dance. இல்ல எந்த கண்ட்ரில? யுஎஸ் ஆ? No, I'm staying in India only. ஆஹா. Yeah, so I'm just traveling across Caribbean. Oh. Caribbean சுத்தி பாட்டு. Right. Yeah, so I need some dosha. Yeah, sure. Okay. What kind of So dosa? masala dosha. Okay. One masala dosha and you have that vadai, dal vadai? No, dal vada இல்ல. No? இல்லையா? அதான் only Friday தாங்க. இங்க மூவ்மெண்ட் ரொம்ப கம்மி. மூமெண்ட் இல்ல. வேற என்ன இருக்கு? அது உங்களுக்கு வேற மெனு பாருங்க, வேற எல்லாமே இருக்குங்க. ஓகே. நம்ம சவுத் இந்தியன் ஐட்டம் உங்களுக்கு என்ன வேணாலும் தரோம். எனக்கு என்ன தோசை வேணும், சாம்பார் வேணும். ஏன்னா இங்க கொஞ்சம் மூவ்மெண்ட் ரொம்ப கொஞ்சம் இதுவா இருக்கு, கம்மியா. ஓகே. அதனால வந்து இடத்துக்கு தகுந்த மாதிரி அப்படியே பிசினஸ் ஓட்டிக்கிறேன்னு வச்சுங்களேன். ஓகே. ஸோ ஒரு மசாலா தோசை, ஒரு டீ வித்தவுட் சுகர். ஓகே. ஓகே. சுகர் இல்லாம இருக்கு. வேற என்ன இருக்கு? வடை இல்ல அல்ல? வடை இல்லைங்க. என்ன பக்கோடா தட்டுங்களா? பக்கோடா வேணாம். ஆனியன் பக்கோடா வேணாம். ஓகே. ஆலு போண்டா. ஆலு போண்டா இஸ் ஓகே. யா. ஒரு ஆலு போண்டா ஒன்று போட்டு ஒரு மசாலா தோசை. ஓகே. I'll sit here. Yeah. நீங்க ஒண்டிதான் வந்திருக்கீங்களா? எவ்வளவு நாள் சார் உங்க விசிட்? 2 days. நாளை கிளம்பிடும். நாளை ட்ரினிடாட் போயிடும். அந்தந்த ஐலாண்டு Bahamas. I started from Bahamas and I am visiting all Caribbean islands. வெரி குட் சார். I'm Nashiva. Nice to meet you. Nice to meet you, man. Yeah. Cochin சொன்னீங்க. Kochi, yeah. You understand Tamil and you speak I can understand Tamil. My wife speaks Tamil better than me. உங்களுக்கு அந்த slang ரொம்ப பிடிக்கும். Like I have like a few Malayali friends. I work back home. Do you have any Malayalis here? We do. Yeah, have. One person is working in Ram's supermarket, sir. Like, Okay. Okay, Rams. like one Malayali is working. Okay, I was in touch with one guy from Nagarkovil. Mahesh? Yeah, that's only Percy I told. You know him? Surname Percy. Percy, yeah. Her name Magesh. Okay. You met them in the mall or? No. Somebody, told me about him and I called him. Oh, yeah. She is from Kerala. Okay. Our wife, அவங்க wife வந்து. Wife Kerala? He is அவர் வந்து என்ன ஒண்ணு நாகர்கோயிலுங்க. Okay. இங்க கேரளா பீப்புள் இருக்காங்க, ஒரு 10-15 பேர் இருப்பாங்க. அப்படியா? அவங்க இந்த சிசி கம்பெனின்னு ஒன்று இருக்குங்க, இந்த ரோடு ஓகே. அதில் கொஞ்சம் பேர் வேலை செய்கிறாங்க. ஓகே. யூனிவர்சிட்டியிலே சும்மா ஒரு 2 பேர். அதோட வெளியில் கொஞ்சம் ஒரு அப்படியே செப்பரேட்டாக கொஞ்சம் பேர் இருக்காங்க. ஓகே. ஷாப்பில் கொஞ்சம் பேர் வேலை செய்கிறாங்க. ஓகே. எல்லாம் இருப்பாங்க ஒரு 10-15 பேருக்கு அப்படியே. ஓகே. பரவாயில்ல. So you came here long back. How you came here? But my wife also searching job. That time we got the faculty job. She is also professor. Oh. Working in SGU. University. Yeah. Medical university, right? Veterinary. Okay. பொரோட்டா போண்டா அது கொடுத்து அருண் மசாலா தோசை. என்ன எர்ணாகுளம்? எஸ். ப்ராஜெக்ட் மாதிரியா நீங்க பண்றது? இல்லப்பா, நான் I'm a YouTuber. Oh, YouTuber. Yes. Okay. Sure. So I'm traveling here and I'm making videos. Sure. You can check Tech Travel It. Tech Travel It. ഇതുണ്ട് പൊട്ടറ്റോ ബോണ്ട നോക്കി, അടിപൊളി. നല്ല അടിപൊളി പൊട്ടറ്റോ ബോണ്ട വിത്ത് ചട്നി. വെരി ഹോട്ട്. അടിപൊളി. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മളീ പോകുന്ന രാജ്യങ്ങളിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. മനസ്സിലായോ? എന്ത് ടേസ്റ്റ് അറിയോ? വീട്ടിലുണ്ടാക്കുന്നവരുണ്ട്. കിട്ടിയ ഞൊടിയിടയിൽ ഞാൻ ആ ബോണ്ട മൊത്തം ഫിനിഷ് ചെയ്തു ഗൈസ്. ഇറ്റ് വാസ് യമ്മി, സൂപ്പർ. ദോശ ഉണ്ടോ? മസാല ദോശ. ഇത് 2 ദോശ. ഇത് ശരിക്കും വീട്ടിൽ ചുട്ട് വരുന്ന പോലെയുണ്ട്. നോക്കി, അടിപൊളി. മസാല ദോശ, 2 ദോശ വിത്ത് ചട്നി ആൻഡ് സാമ്പാർ.
ഓനെ തകർത്ത് നല്ല ക്രിസ്പി റോസ്റ്റ് ദോശ ശരിക്കും ഉണ്ടല്ലോ, വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ ഉണ്ട്. അടിപൊളി കിടിലൻ ദോശ ഗൈസ്. ഐ എം സോ ഹാപ്പി. ഞാനിങ്ങനെ ഡസ്റ്റ് പഠിച്ചിരിക്കുകയായിരുന്നു ഇന്ന്. അന്നേരമാണ് ദോശ കിട്ടുന്നത്. ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും ഡിപ്രഷനിലേക്കൊക്കെ പോകും, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത് കിട്ടും. അപ്പോൾ എനിക്ക് കുറച്ച് മനസ്സിന് വിഷമം വന്ന ഒരവസ്ഥ വന്നപ്പോഴത്തേക്കിനും ഞാൻ രാവിലെ ശ്വേതനെ വിളിച്ച് ഫോണിൽ സംസാരിച്ച് ഒരു അരമണിക്കൂർ സംസാരിച്ച് എൻ്റെ വൈഫായിട്ട് സംസാരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിപ്രഷൻ ഒഴിവാക്കുന്നത്. എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു ചായ. അടിപൊളി, നല്ല അടിപൊളി ദോശയായിരുന്നു. എൻ്റെ വയറ് നിറഞ്ഞ്. എൻ്റെ പൊന്നെ, നല്ല കിടില ഫുഡായിരുന്നു. ഓക്കെ, താങ്ക് യു. Thanks for coming. Thank you so much and thanks for the food. It was really good. Thanks for coming. Yeah, sir. thank you. Thank you so much. Bye. Bye. ഞാൻ ദോശ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കിനും പെരുമഴ. എന്താ അല്ലേ, നല്ല ചൂട്, കാറ്റ്, മഴ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെതറൊക്കെ മാറി മറിയുന്ന അവസരമുണ്ടല്ലോ. ഉഫ്, എൻ്റെ പൊന്നു. സെയിൻറ്റ് കിഡ്സിൽ ദോശ കഴിച്ചതിന് ശേഷം ഇപ്പോഴാണ് ദോശ കഴിക്കുന്നത്. ഉഫ്, നമ്മുടെ ദോശയും നമ്മുടെ ഫുഡും ആ സാമ്പാറും ചമ്മന്തിയൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, എൻ്റെ സാറേ, അത് വേറെ എവിടെയും കിട്ടൂല ആ സുഖം. ഐ ജസ്റ്റ് എൻജോയ് ദാറ്റ് ഫുഡ്. എന്നോട് ആക്ച്വലി കട്ട ബോറടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ റൂമിലിരുന്ന് കട്ട ബോറടിച്ച് ഭയങ്കര ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്ത്. കാരണം ഒന്നാമത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നാളായി. സോ ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ. നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് പോകുമ്പം ആരെങ്കിലുമൊക്കെ മലയാളികളെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഐ ഫീൽ സോ ഗുഡ്. കാരണം ലോൺലിനെസ് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇന്ന് പോയി അവരോടൊക്കെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും ഐ ആം സോ ഹാപ്പി. വലിയ കറ്റൊന്നുമില്ല കേട്ടോ. $50. $50 എന്ന് പറഞ്ഞാൽ എത്രയായി? 1500 രൂപ. ഇന്നലെ ഞാനൊരു ബിരിയാണി വാങ്ങിച്ച് $50 റീസണബിൾ. സോ സീ ടുമോറോ. നമ്മൾ നാളെ ഇവിടെ നിന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പോവുകയാണ്. ബൈ.